ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ HCZH വേൾഡ്. ഇത് നമ്മളുടെ ട്രിവാൻഡ്രം വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ അത് ആദ്യത്തെ വീഡിയോ കാണാത്തവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അത് പോയി കാണാം. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ HCZH വേൾഡ്. അത് നമ്മൾ യാത്ര പോകുന്നത് ഇപ്പോൾ കോവളം ബീച്ചിലേക്കാണ്. അങ്ങനെ റംബൂട്ടാനും എനിക്ക് ഭയങ്കര അടിപൊളി സീൻ അവിടെ കാണാൻ. അങ്ങനെ നമ്മൾ വന്നത് ബീച്ചിലെത്തിയാണ്ടില്ലേ, ഇതാ കാണുന്നു ബീച്ച്. അപ്പോൾ നിങ്ങൾ കരുതുന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണോ ബീച്ച് കാണുന്നത്? നമ്മൾ ആദ്യമായിട്ടല്ല ബീച്ച് കാണുന്നത്, നമ്മൾ ഒരുപാട് ബീച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ബീച്ചിൽ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ അവിടുത്തെ ബീച്ചിനെ അപേക്ഷിച്ച്. എന്താണെന്ന് ആർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലായ? അല്ല, ഈ ബീച്ചിലെ ആ കരയുടെ അവിടെ കളർ വ്യത്യാസം കണ്ട? ഇതാണ് കരിമണൽ. കരിമണൽ ബീച്ചല്ല, കരിമണൽ എടുക്കുന്ന പണ്ടൊരു കേസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. കരിമണൽ, ഈ കരിമണലിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആളുകൾ തല്ലുകൂടുന്നത്. ഇത് വെച്ചിട്ടല്ലേ ഒരുപാട് മിനറൽസ്. ആ ലൈറ്റ് ഹൗസ് അപ്പുറത്ത് ഇല്ലായിരിക്കണം. ഇത് ലൈറ്റ് ഹൗസ് ഇവിടെ എവിടെയാണ്? ഇതൊക്കെ ആ കാണുന്ന ഹോട്ടൽ കണ്ടില്ലേ, ക്രിക്കറ്റ് കളിക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഹോട്ടലിലാണ് താമസിക്കുക. എന്താണ്, ലീല ഗ്രൂപ്പാ എന്തോ ഇതാണ്, അവരുടെ ഹോട്ടലാണത്. നമ്മൾ ബീച്ചിൽ ഇറങ്ങാനുള്ള പരിപാടി ഉണ്ടായിരുന്നില്ല, കാരണം കടൽ നല്ല കൂടുതലാണ്. അപ്പോൾ ഈ കട്ടിങ്ങിലൂടെയും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് നമുക്ക് തിരിച്ചു പോകാം. അതെ, ഡെഡ് എൻഡ് വെച്ചാൽ അറിയില്ല. നിങ്ങൾ വീഡിയോ ഗെയിംസ് ആണോ? വീഡിയോ ഗെയിംസ് ഡെഡ് എൻഡ് വെച്ചാൽ വേറെ തുള്ളി നല്ല ശംഖുമുഖായിരുന്നടാ. അല്ല, 2 ഫോട്ടോ എടുത്തോട്ട് പോകും. നമ്മളങ്ങനെ ബീച്ചിലിറങ്ങി, കണ്ടില്ലേ, ബീച്ചിലിറങ്ങി എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി, പിള്ളേരൊക്കെ ഇറങ്ങി. ഇവിടെ പേ ചെയ്യണം, 30 രൂപയാണ് പേ ചെയ്യാൻ പാർക്കിങ്ങിന്. പാർക്ക് ചെയ്തു ഇറങ്ങി. കണ്ടില്ലേ ബീച്ച്. നമ്മൾ ആദ്യം വന്നത് ഈ കല്ലിൻ്റെ അപ്പുറത്ത് സൈഡായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിയില്ല, നേരെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അതിനുശേഷം ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയത്. ആ പിള്ളേരെല്ലാം ഇറങ്ങിയില്ലേ. ബേബി വെള്ളം കുടിക്കണോ? വെള്ളം കുടിക്കണോ? നമ്മളപ്പോൾ മെല്ലെ നടക്കുകയാണ്. ചിഞ്ചു, ഹാദി, സാനി, ഹാനി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ചാലു അതേ വരുന്നു ബാക്കിൽ. വലിയ ഏതോ ഹോട്ടലാണ്. കടൽ കണ്ടിട്ട് ഡെഡ് എൻഡ്. പിടിക്കാൻ പറ്റണില്ല, വരില്ലല്ലോ. നമുക്കൊന്ന് ഇറങ്ങി നടക്കല്ലേ ചാലു? ആനെ കമോൺ, വാടി വാ. ചിഞ്ചു വണ്ടി ലോക്ക് ചെയ്താൽ പോയിരിക്കണം. നടക്ക് ചാലു. അതെ, ഫോട്ടോ എടുത്ത് നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫോട്ടോ സെക്ഷൻ നിൽക്കാൻ പോകുന്നുണ്ട്. ചിഞ്ചു ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ലക്ഷ്മണ അവരിപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കാൻ ഞങ്ങളിപ്പോൾ ഫോട്ടോയിൽ ഇപ്പോൾ പോസ് ചെയ്ത് നിൽക്കാൻ പോകുന്നു.
അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് ഇംഗ്ലീഷ്കാരെ അവിടെ നടന്നു വരുന്നേ. നോക്കി ഈ ബീച്ചുകൾ എന്ത് സൂപ്പറാ, എന്ത് രസമാണ്. ഇപ്പൊ ഇംഗ്ലീഷ്കാരുടെ നാട്ടിൽ വരാൻ തുടങ്ങി. ഹാൻ തല്ലൂടുന്ന അവിടെ, അവർ ഭയങ്കര തല്ലൂട്ടാണ് ഇപ്പൊ എല്ലാ സമയം. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞു. പോലീസുകാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവരൊക്കെ സംസാരിച്ച് നിൽക്കണേ. പപ്പാടെ ദശമാരുടെ ഫോട്ടോ ഒക്കെ എടുക്കണേ. ഹാദി ഹിതൊക്കെ അവിടെ നിൽക്കണേ. ഇത് നോക്കിയ നല്ല വ്യൂ ആയി. ബീച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിപ്പോൾ നടന്നു പോവാണ്. ഇവിടെ റീൽസ് ഉണ്ടാക്കാൻ ബേബിയും ഹിഡറും അവർ സെയിം ഡ്രസ്സായി. കാരണം അവരുടെ ഓടുന്നത് വാപ്പിനിടെ റീൽസ് ഉണ്ടാക്കാൻ പോകുന്നു. അവരുടെ 2 പേര് ഓടുന്നു. ഹിറ ഫസ്റ്റില. അവരുടെ ഇപ്പം നടന്ന് പോകുന്നുണ്ട്. വാപ്പ ഫോട്ടോ എടുക്കാൻ. ചിഞ്ചു റസുമാ പപ്പ പിന്നെ ബാക്കിയുള്ള പിള്ളേർ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. പക്ഷെ ഹിരയുടെ തിരിച്ച് ബാക്കിലോട്ട് തന്നെ പോകും. അതെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ദൂരത്ത് ബ്ലൂ ടീഷർട്ടും കുറച്ച് വൈറ്റും കാണുന്നത് ചിഞ്ചും അവരൊക്കെയാണ്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഫോട്ടോയുടെ ഇതിനും പറഞ്ഞാൽ ഇവിടെ എന്തിനാണെന്നറിയില്ല ഗൈസ്. ഇത് നോക്കിയേ, ഇതെൻ്റെ ഫ്രണ്ട് ഫാദറിൻ്റെക്കുള്ള പെന്ന. ചിഞ്ചു മേടിച്ചു തന്നു. ചിഞ്ചു വന്നു ഇതിൻ്റെ വലിയൊരു തുണ. അപ്പോൾ ഞങ്ങളുടെ ചിഞ്ചു വന്നു. ചിഞ്ചു അത് മേടിച്ചു തരാം അമ്മ. പക്ഷെ തൽക്കാലത്തിന് ചിഞ്ചു ഇത് മേടിച്ചു തന്നു. അവരുടെ അങ്ങോട്ടേക്ക് ഓടിപ്പോയി കളിക്കാന്. ഹിതയുടെ ബാഗ് പിന്നെ മാമിയും സിമിയും ഒക്കെ ഇവിടെ വാപ്പ അതിൻ്റെ കൂടി വരാണ്. ഹിത സ്റ്റക്കായി. ഇതൊക്കെ കൺഫ്യൂഷൻ ആക്കി. ഇനി നമ്മളുടെ അങ്ങോട്ടേക്ക് നടന്ന് വാ. ചാടെ വീഡിയോ എടുക്കാണ്. വാപ്പ ചോദിച്ചു വീഡിയോ എടുക്കുന്നുണ്ടോന്ന്. അപ്പോൾ വാപ്പ കാണുന്നില്ല വെച്ചാൽ. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് പോവാ. അവരൊക്കെ അപ്പുറത്തെ സൈഡിലൊക്കെ നിൽക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ കാണാം. അവരെല്ലാവരും അവിടെ നിൽക്കുന്നത്. ഇത് യൂട്യൂബിൽ സെൻഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണാൻ പറ്റും അവരെ. നയൻതാര ചെയ്ത മിസ്റ്റേക്ക് ഞാൻ ചെയ്യില്ല. ഇവിടെ ഒരുപാട് നടക്കാനുള്ള സ്ഥലമുണ്ട്. അതേ കാണുന്ന അവിടെ ഒരു ലൈറ്റ് ഹൗസ് കാണുന്നില്ല? ലൈറ്റ് ഹൗസ് അതേ ആ ഭാഗത്തൊരു ലൈറ്റ് ഹൗസ് കാണുന്നത്. ഇവിടെ കുറച്ച് ഏരിയ ഇങ്ങനെ നടക്കാനുള്ളത് കിട്ടാം. നേരെ നടക്കാനുള്ള ഏരിയയാണ്. ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കാം. അവിടെ കുളിക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ ഫുള്ള് ഇവിടെ സാധനങ്ങൾ നോക്കിയിരിക്കുകയാണ്. ക്ലാസ്സാ എത്രയാണ് ക്ലാസ്സിന്? സാധനങ്ങളിലൊന്നും വാങ്ങിക്കുന്നൊന്നുമില്ല. ഇവർ ഫുള്ളായിട്ട് ഇങ്ങനെ വില ചോദിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാലുവിൻ്റെ കയ്യിൽ ഫ്രോസനൽസിൻ്റെ ബാഗ് ഇട്ട് ചാലു ഇങ്ങനെ നടക്കുകയാണ്. രൂപ വെള്ളം വാങ്ങിച്ചു വരും. പിന്നെ നടത്തം നല്ല വെയിലുള്ള സമയമാണ്. ബേബിനെടുത്ത് ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. കാരണം ഞാൻ ടയേർഡായി. എന്നിട്ടോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഇവിടുത്തെ കുറച്ച് നടക്കാനുണ്ട്. നടന്നാലേ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുമോ? വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോയാൽ നമുക്കിങ്ങനെ കാഴ്ച കാണാൻ പറ്റുമോ? ഇത് ഐസ്ക്രീമോ? വാങ്ങിച്ചോ, ഐസ്ക്രീം വാങ്ങിച്ചോ. എല്ലാവർക്കും ഐസ്ക്രീം. പഴയ സൈക്കിളിൽ ഐസ്കാരം പോലെ അതേ ഐസ്ക്രീം വാങ്ങിക്ക്. ബേബിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ച് ഫസ്റ്റ് കൊടുക്ക്.
ബേബിക്ക് ഐസ്ക്രീം വേണോ? ഐസ്ക്രീം വേണ്ടേ? ബേബി ഐസ്ക്രീം തന്നെ നോക്കി നിൽക്കേ. അപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിക്കട്ടെ ആദ്യം. ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുന്നു. ഞാൻ എന്നെ കാണിച്ചിട്ടാ പറഞ്ഞേ ഐസ്ക്രീം കുടിക്കണം. ചാകാൻ്റെ ടീഷർട്ട് ചെയ്തിട്ടുണ്ട് 450. അവര് വരുന്ന അവർക്ക് ഐസ്ക്രീം കിട്ടിയിട്ടില്ല. പപ്പാനാണ് അത് അപ്പുറത്ത് ഐസ്ക്രീം ഉണ്ട്. വേണോ ഗെയ്സാണോ വേണ്ടേ? ഇതടയിലുള്ളതാ മാങ്ങി അവിടെ ഉണ്ടോ? മാങ്ങില്ല ഉണ്ട്. ചിഞ്ചും സാനിയൊക്കെ അവിടെ പോയി. ഞാനും ബേബി ഉണ്ടല്ലോ, ബേബി ഇതേ കൈ പിടിച്ചിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ബാക്കി നടക്കുകയാണ്. ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. കാരണം അവരൊക്കെ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ. ഇതേ ഹിറയും വരുന്നുണ്ട്, ഹിതയും വരുന്നുണ്ട്, രണ്ടുപേര് ഞങ്ങളെ കൂടെ ഉണ്ട്, ഹാദിയുണ്ട്. ഞങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം അവിടെ ഈ ലൈനിൽ ഫുള്ളായിട്ടുണ്ട്. ഈ ലൈനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്. വേണ്ടാ ഹിറ അതേ ആദ്യം പോകുന്നു, പിന്നെ അതേ ബാക്കിൽ ഹിത, പിന്നെ ഹാദി, നേരെ വന്ന് ബേബിയുടെ അടുത്ത് കണ്ടില്ലേ? ബേബി ഷോക്കായി. ബേബി ഓടി വന്നിരുന്നതിന് നേരെ അതിനെ കണ്ട് സ്റ്റോപ്പായി. ഏതെവിടേക്ക് ഓടണം? തിരിച്ചത് ഓടണം അതിനെ കണ്ട കാരണം. അല്ലല്ല, ഇവിടെ മണ്ണി കളിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ ഒരു കാശ്മീരി ആൻറ്റിക്കിൻ്റെ കടയിൽ കയറി. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. വില കുറച്ച് കൂടുതലായിരുന്നു, അപ്പോൾ അത് കാരണം എടുക്കാൻ നിന്നില്ല. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ തിരിച്ച് നടക്കാനുള്ള പരിപാടിയിലാണ്. ആക്ച്വലി ഞാൻ, ഷിമി, ചാലു, പിന്നെ സനു, ഹാദി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബേബി പിന്നെ ഇതുണ്ട്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ളവരൊക്കെ കുറച്ച് പേര് വണ്ടി അവിടെയാണ്, കുറച്ച് പേര് ലൈറ്റ് ഹൗസുമ്പോൾ കയറിയിട്ടുണ്ട്. ലൈറ്റ് ഹൗസ് അതേ കാണുന്നു. ലൈറ്റ് ഹൗസുമ്പോൾ കയറിയുള്ളവർ ആക്ച്വലി ഞങ്ങളെ വിളിച്ചിരുന്നു. ഞങ്ങളപ്പോൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല. കാരണം ഇനിയും കുറച്ചാണ്ട് നടക്കണം. നടന്ന് പോകാനൊരു എനർജി ഇല്ല, എനർജി ഓൾറെഡി തീർന്നു. പിന്നെ അവിടെ പോയി അതിൻ്റെ മുകളിൽ കയറിയിട്ട് പുതിയ വല്ലാർപാടം ടെർമിനലൊക്കെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട് അവർ. എത്ര വാസ്തവം എത്രയെന്ന് അറിയില്ല. അവരോട് വീഡിയോ എടുത്തുകൊണ്ടിരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് തിരിച്ചടക്കാം. ഓക്കെ, തിരിച്ചടക്കാം. ഷാലുനും ഹാദിക്കും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അത് സാനി അവൻ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടാ? ഇല്ല, അതിനൊന്നും കിട്ടിയില്ല. അതിനൊന്നും കൂടി വാങ്ങിച്ചിട്ടില്ല. ഹാനിക്കും ഇല്ല ഐസ്ക്രീം. പാവങ്ങള് ബാക്കിയുള്ളവരൊക്കെ ഐസ്ക്രീം, ജ്യൂസ്, ജ്യൂസ് കഴിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ബേബിയൊക്കെ ഐസ്ക്രീം അതിൻ്റെ ശേഷം ജ്യൂസ്. ഞങ്ങളുടെ ഐസ്ക്രീം കഴിക്കാണ്. എല്ലാവരും തിരിച്ച് എത്തി. എല്ലാവരും നടക്കാനിടയില്ലേ? ഇറതെ ചാലുവിൻ്റെ ഇറതെ
ദേ ഇറ ചിഞ്ചുവിൻ്റെ തോളിലിരിക്കുന്നു. ആദ്യം സഹിക്കാൻ പറ്റാണ്ടായിട്ട് കുടിച്ചതാ. ഇതിങ്ങനെ ബാക്കിയായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കണത് എന്താ ചെയ്യാ? കുടിച്ച് സഹിക്കാൻ പറ്റാണ്ടായപ്പോ കുടിച്ചതാ അവന്. ഇത് ബാക്കിയായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കണത്. അതെ 7up ഇസ്രായേലാ. പക്ഷെ ഇത് 7up ആണോ? അത് പറഞ്ഞാലും 7up ആയിരുന്നില്ലേ? സ്പ്രൈറ്റ് അല്ല, അത് സ്പ്രൈറ്റ്, ഇത് 7up. നല്ല വെയിലും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നടന്ന് അടുത്തെത്തി എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. ലാസ്റ്റ് സ്റ്റെപ്പ് ഇതേ കയറുന്നു. ഓ ടയേർഡായി, കുറച്ച് നടക്കാനുണ്ട്, പിന്നെ വെയിലും ഒരു ടയേർഡായി. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. നമുക്കിനി ഇവിടുന്ന് പോവാം. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് പോയിട്ട് അടുത്ത കാഴ്ചകൾ.